ഹലോ ഗായ്സ്, എല്ലാവർക്കും കൈറോ ഡയറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് പാസ്സായിട്ടും ഒരു നല്ല സാലറിയുള്ള ഗവൺമെൻറ് ജോബ് അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ICR അഥവാ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കായംകുളത്തിൽ വന്നിരിക്കുന്ന പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ്. പ്രതിമാസം 23,000 രൂപ ശമ്പളം, 3 വർഷം വരെ ജോബ് ഡ്യൂറേഷൻ, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി എന്നിങ്ങനെ പല പ്രത്യേകതകളും ഈ വേക്കൻസിക്കുണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, വർക്ക് നേച്ചർ, ഇൻ്റർവ്യൂ ഡേറ്റ്, വെന്യൂ, കൊണ്ടുപോകാനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ആദ്യം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്കൊന്ന് കുറച്ച് മനസ്സിലാക്കാം. ICR എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ റിസർച്ച് നെറ്റ്വർക്കിൽ ഒന്നാണ്. കായംകുളത്തിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോക്കനട്ട്, കൊക്കോ പോലുള്ള പ്ലാന്റേഷൻ ക്രോപ്സിനെ കുറിച്ചുള്ള റിസർച്ചിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന പ്രോജക്റ്റ് ജോബ്സ് ഫീൽഡിൽ ഹാർവസ്റ്റ് വർക്കിംഗ്, പോളിനേഷൻ, നഴ്സറി ആക്ടിവിറ്റീസ് എന്നിങ്ങനെ പ്രാക്ടിക്കൽ വർക്കുകളും ഉണ്ടാകും. ഗവൺമെൻറ് പ്രോജക്റ്റ് എക്സ്പീരിയൻസ് ഫ്യൂച്ചറിൽ മറ്റ് ജോബുകൾക്കും വളരെ ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ വേക്കൻസി പല ആൾക്കാർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് വരാം. പോസ്റ്റിൻ്റെ പേര് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ്, ജോബ് ലൊക്കേഷൻ കൃഷ്ണപുരം, കായംകുളം. ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ പ്രധാന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാർവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, സീഡ് നെറ്റ് കളക്ഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, മെയിൽ ഫ്ലവർ കളക്ഷൻ, ഫീൽഡ് ബേസ്ഡ് അഗ്രികൾച്ചറൽ സപ്പോർട്ട് വർക്ക്സ്. അതുകൊണ്ട് ഔട്ട്ഡോർ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ഇത് വളരെ നല്ലൊരു വേക്കൻസിയാണ്. ഓഫീസിൽ ഇരുന്ന് കമ്പ്യൂട്ടർ വർക്ക് മാത്രം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ റോളിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകും. ക്ലൈംബിംഗ് സ്കിൽ അത്യാവശ്യമാണ്. ക്വാളിഫിക്കേഷൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ് മതി. ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ക്ലൈംബിംഗ് സ്കില്ല് ഉണ്ടായിരിക്കണം, അത് മാൻഡറ്ററി ആണ്. കോക്കനട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ് പ്രോജക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മരത്തിൽ കയറാൻ അറിയുന്നവർക്കാണ് പ്രിഫറൻസ് ലഭിക്കുന്നത്. റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പല കാൻഡിഡേറ്റ്സിനും ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. സാലറിയെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രതിമാസം 23,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകുക. 10ാം ക്ലാസ് പാസ് ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു റെമ്യൂണറേഷൻ ആണെന്ന് പറയാം. ഏജ് ലിമിറ്റ് 45 വയസ്സ് വരെയാണ്. എന്നാലും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഏജ് ലിമിറ്റ് കാരണം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് കാറ്റഗറി റിലാക്സേഷൻ ഉണ്ടെന്ന് ഉപകാരപ്പെടും. ജോബ് ഡ്യൂറേഷൻ 3 വർഷം അല്ലെങ്കിൽ പ്രോജക്റ്റ് കംപ്ലീഷൻ വരെ ആയിരിക്കും. ടെമ്പററി പ്രോജക്റ്റ് അപ്പോയിൻമെൻറ്റ് ആണെങ്കിലും ഗവൺമെൻറ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പീരിയൻസ് ഫ്യൂച്ചർ കരിയറിൽ വളരെ ഉപകാരപ്പെടുന്നതാണ്. ആരൊക്കെ അപ്ലൈ ചെയ്യാം? 10ാം ക്ലാസ് പാസ് കാൻഡിഡേറ്റ്സിന്, അഗ്രികൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, ഫിസിക്കൽ വർക്ക് ചെയ്യാൻ റെഡിയായ കാൻഡിഡേറ്റ്സ്, ക്ലൈംബിംഗ് സ്കിൽ ഉള്ളവർക്ക്, കായംകുളത്ത് അല്ലെങ്കിൽ അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ളവർ. ഈ കാറ്റഗറീസിൽ പെടുന്നവർ ഈ ചാൻസ് മിസ് ചെയ്യരുത്. ഇപ്പോൾ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കാം. ഇൻ്റർവ്യൂ ദിവസം ജൂലൈ 14 രാവിലെ 10 മണിക്കാണെങ്കിലും രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും. റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മറക്കാതെ കൊണ്ടുപോകാനുള്ള ഡോക്യുമെൻറ്റ്സ്, ഒറിജിനൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, ഏജ് പ്രൂഫ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതും, ഐഡൻറ്റിറ്റി പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എക്സ്ട്രാ കോപ്പീസ്. ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫയലിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നതാകും ഇൻ്റർവ്യൂ പ്രോസസ്സിന് ഈസി ആകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ICR കായംകുളത്തിൽ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റിനുള്ള പ്രധാന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ക്വാളിഫിക്കേഷൻ പറഞ്ഞു, സാലറിയെ കുറിച്ച് പറഞ്ഞു, ഏജ് ലിമിറ്റിനെ പറഞ്ഞു, ഇൻ്റർവ്യൂ ഡേറ്റും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ട് കാൻഡിഡേറ്റ്സ് ഡയറക്റ്റായി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. താങ്ക്